ലോകത്തിന്റെ മതപരമാകുന്ന ചിന്തകൾ അവരുടെ മുൻപിൽ ഒരു ഉയർപ്പ് ലോക ജനതയ്ക്ക് അന്ന് നൽകാൻ കഴിയാതിരുന്ന സമയത്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ജഡാവതാരം. അങ്ങനെ കാലസമ്പൂർണതയിൽ രാഷ്ട്രീയപരമായ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ വളരെ നല്ല നിലകളിൽ പ്രവർത്തിച്ചതുകൊണ്ട് സുവിശേഷം 3 വൻകരകളിലേക്ക് ആ കാലഘട്ടങ്ങളിൽ വേഗത്തിൽ ഓടുവാനിട വന്നു. മതപരമായ വിഷയങ്ങളിലും പരാജയങ്ങൾ നേരിട്ടുകൊണ്ട് മതത്തിൻ്റെതാകുന്ന അവരുടെ അനുഭവങ്ങൾ അവർ ആഗ്രഹിക്കുന്ന നിലകളിലുള്ള ഒരു വെളിച്ചം റോമാക്കാർക്കും യവനർക്കും ഏറിയ കാലങ്ങളായി മശിഹയുടെ വരവിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന യഹൂദന്റെ മുൻപിലും ഏറ്റവും സുപ്രധാന സന്ദർഭമായി ഈ കാലഘട്ടങ്ങൾ തീർന്നപ്പോൾ ക്രിസ്തുവിന്റെ ആ വെളിച്ചം ഇരുകരങ്ങളും തുറന്ന് സ്വീകരിക്കത്തക്ക നിലകളിൽ ഈ സംസ്കാരങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. കാലസമ്പൂർണതയുടെ 3-ാമത്തെ ഭാഗം യേശുവിന്റെ വരവിന് വേണ്ടി സാംസ്കാരികപരമായി ജനം ഒരുങ്ങി എന്നതാണ്. അക്കാലഘട്ടങ്ങളിൽ ആശയവിനിമയത്തിന് വേണ്ടി മനുഷ്യർ എക്കാലത്ത് ഉപയോഗിക്കുന്നതാണ് ഭാഷ. ഭാഷ വ്യത്യസ്ത രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചെറു ചെറു രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളാകുന്ന ഭാഷയായിരുന്നു. എന്നാൽ റോമൻ ഗവൺമെന്റ് അല്ലെങ്കിൽ റോം ശക്തി ആർജിച്ചു വരുമ്പോഴും ഗ്രീക്ക് ഭാഷ വിവിധയിടങ്ങളിൽ മുൻകാലത്ത് അലക്സാണ്ടർ നൽകിയതാകുന്ന ഉത്തേജനത്താൽ, ഗ്രീക്കിലെ തത്വചിന്തകന്മാർ നൽകിയ ഉത്തേജനത്താൽ യവനായ ഭാഷ ആ പ്രദേശങ്ങളിലൊക്കെ ശക്തമായി വ്യാപരിപ്പാനിടയായി. റോമൻ ഗവൺമെന്റിന്റെ ഭാഷ ലത്തീൻ ഭാഷയാണെങ്കിൽ തന്നെയും ലാറ്റിൻ ഭാഷയേക്കാൾ ഉപരിയായി യവനായ ഭാഷ അഥവാ ഗ്രീക്ക് ഭാഷ രാഷ്ട്രീയപരമായും വാണിജ്യപരമായും വിവിധ ആവശ്യങ്ങൾക്കായി സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ഭാഷയായി ഗ്രീക്ക് ഭാഷ മാറി. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിന് ഏകദേശം യേശുവിന്റെ ജനനത്തിന് 200 വർഷങ്ങൾക്ക് 2 ദശാബ്ദങ്ങൾക്ക് പുറകിലായി പഴയ നിയമത്തെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുവാനിടയായി. അപ്പോൾ ആ തർജ്ജിമ കൂടെ ലഭിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് സുവിശേഷത്തെക്കുറിച്ച് അറിയുന്നതിനും വചനത്തെക്കുറിച്ച് തിരിച്ചറിയുന്നതിനും യവനായ ഭാഷയിൽ നിന്ന് ലഭ്യമായി തീർന്ന പഴയ നിയമത്തിന്റെ വെളിച്ചങ്ങളിലൂടെ നസ്രയനായ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം സാംസ്കാരികപരമായി അവർക്ക് ഒരു പുതുവഴി തുറന്നു ലഭിക്കപ്പെട്ടു. നാം ചിന്തിച്ചു വരുന്നത് യേശുവിന്റെ ജനനത്തിൽ കാലം അല്ലെങ്കിൽ ലോകം യേശുവിനെ സ്വീകരിക്കുവാൻ ഏതെല്ലാം നിലകളിലാണ് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായ ഒരുക്കമുണ്ടായിരുന്നു. മതപരമായ പരാജയങ്ങളെ യേശുവിങ്കിലേക്ക്, അവന്റെ വെളിച്ചത്തിലേക്ക് ജനത്തെ അടുപ്പിച്ചു. സുവിശേഷകന്മാർക്ക് വചനമത് വ്യാപ്തിയോടെ നൽകുവാൻ വളരെ പ്രയോജനകരമായി തീർന്നു. സാംസ്കാരികപരമായ ഒരുക്കങ്ങളും ഭാഷയുടെ ഏകീകൃതവും സുവിശേഷവൽക്കരണത്തിൽ യേശുവിനെ ലോകത്തിന്റെ മുൻപിൽ നൽകുന്നതിൽ, അപ്പോസ്തലന്മാർക്ക് വിവിധയിടങ്ങളിൽ ചെന്ന് പ്രസംഗിക്കുന്നതിൽ, സാധാരണക്കാരോട് വചനം കൈമാറ്റം ചെയ്യുന്നതിൽ ഒരു പരാജയവും സംഭവിക്കപ്പെടാതെ സുഗമമായി ആശയവിനിമയം നടത്തുവാൻ ഇടയായി തീർന്നു. ഈ മേഖലകളിലൂടെയൊക്കെ വളരെ വേഗത്തിൽ യേശുവിനെ കുറിച്ചുള്ള അറിവ് ലഭ്യമായി അനേകർ ക്രിസ്തുമാർഗത്തിലേക്ക് തിരിയുവാനിടയായി. കാലസമ്പൂർണതയുടെ 3 ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. 4-ാമത്തെ ഭാഗം യഹൂദന്റെ ധാർമ്മികമാകുന്ന ഒരുക്കമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുവരെ പറഞ്ഞതാകുന്ന പോയിന്റുകൾ നമുക്ക് എഴുതിയെടുക്കാം. അതിനുശേഷം അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതി നിർത്തിയത് ലാസ്റ്റ് പോയിന്റ് അഥവാ ലാസ്റ്റ് സെന്റൻസ് എഴുതിയെടുത്ത് ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. എന്നാൽ പിതാവ് കാലസമ്പൂർണതയിൽ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. വാക്യങ്ങള് ഗലാത്യർ 4:4, സങ്കീർത്തനം 40:7, ഇബ്രായർ 10. ശരി, താങ്ക് യു. അടുത്ത നമുക്ക് എഴുതാം. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം, യേശുക്രിസ്തുവിന്റെ ജഡാവതാരം മറ്റ് ഏത് കാലഘട്ടത്തെക്കാളും വളരെ അനുയോജ്യമായ സമയത്തായിരുന്നു എന്ന് സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അടുത്തൊരു വ്യക്തിയുടെ പേരാണ് പീറ്റേഴ്സൺ സ്മിത്ത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ചന്ദ്രന്റെ ഗമന വൃദ്ധിക്ഷയങ്ങൾക്കൊത്ത് സമുദ്രം അറിയാതെ തന്നെ വേലിക്കയറ്റം മൂലം ചലിക്കുന്ന പ്രകാരം സ്വർലോകത്തിലെ ചലനങ്ങൾക്ക് ഭൂലോകം അറിയാതെ തന്നെ അതിൽ പ്രതികരണങ്ങൾ ഉണ്ടായി എന്ന് തോന്നുന്നു. പരലോകം ക്രിസ്തുവിനെ അയക്കാൻ ഒരുങ്ങിയപ്പോൾ ഈ ലോകം അവനായി തയ്യാറായി. അത്രയും ഭാഗം ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കൊടുക്കാം. സെന്റ് പീറ്റേഴ്സ് പറഞ്ഞ അത്രയും ഭാഗം ഫുൾ സ്റ്റോപ്പ്. രാഷ്ട്രീയമായും, അടുത്ത സെന്റൻസ് ആണ്, രാഷ്ട്രീയമായും മതപരമായും സാംസ്കാരികമായും ധാർമ്മികമായും യേശുവിന്റെ തിരുപ്പിറവിക്ക് ലോകം കാതോർത്തു. രാഷ്ട്രീയമായും മതപരമായും സാംസ്കാരികമായും ധാർമ്മികമായും യേശുവിന്റെ തിരുപ്പിറവിക്കായി ലോകം കാതോർത്തു.
അതിന്റെ താഴത്തെ ഹെഡിങ് രാഷ്ട്രീയ ഒരുക്കം. ദീർഘവർഷങ്ങൾക്ക് മുൻപ് ലോകം ചെറു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടുകൊണ്ട് ഓരോ രാജ്യവും ഓരോ മതവും സംസ്കാരവും നിയമസംഹിതയും നിലനിന്നിരുന്നു. പരസ്പര വൈരവും യുദ്ധവും സാധാരണമായിരുന്നു. ഇവയിൽ മനസ്സുമടുത്ത ജനങ്ങൾക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ ഉയർച്ച ആശ്വാസമായി ഭവിച്ചു. കരയിലും കടലിലും ഉണ്ടായിരുന്ന കൊള്ളക്കാരെ റോമൻ സൈന്യം അമർച്ച ചെയ്തു. റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ലോകം ഏകീഭവിക്കപ്പെട്ടു. പ്രധാന നഗരങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിക്കപ്പെട്ടു. റോമൻ നാണയങ്ങളും നിയമങ്ങളും പരക്കെ സ്വീകരിക്കപ്പെട്ടു. അതിനാൽ പിൽക്കാലത്ത് സുവിശേഷ യാത്രകൾക്ക് അപ്പോസ്തലന്മാർക്കും സഹപ്രവർത്തകർക്കും യാത്രകളും കൈമാറ്റങ്ങളും ഏറ്റവും സഹായകമായി ഭവിച്ചു.
ഒരല്പം ബ്രേക്ക് തന്നിട്ട് നമുക്ക് എഴുതാം. നാം ചിന്തിച്ചത് രാഷ്ട്രീയ ഒരുക്കത്തെയാണ് നമ്മൾ എഴുതുവാനിടയായത്. യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തില് ഇതിന് തൊട്ടു മുൻപ് വരെയുള്ള കാലഘട്ടങ്ങൾ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ, ചെറു നാട്ടുരാജ്യങ്ങളാൽ നിറയപ്പെട്ട, വ്യത്യസ്തങ്ങൾ നിയമങ്ങൾ നിന്ന, ആശയങ്ങൾ നിന്ന, പരസ്പരം വൈരം നിലനിന്നിരുന്ന, സർവ്വസാധാരണമായ യുദ്ധങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ റോമൻ ഭരണം ശക്തി ആർജിച്ചു കഴിഞ്ഞപ്പോൾ അവയെ അടിച്ചമർത്തുകയും പ്രത്യേകിച്ച് കരയിലും കടലിലുമുള്ള കൊള്ളക്കാരെയും കലാപകാരികളെയും അടിച്ചമർത്തിക്കൊണ്ട് ഒരു സമാധാന അന്തരീക്ഷം ജനങ്ങൾക്ക് നൽകി അവരുടെ പ്രവർത്തനങ്ങൾ, ജനകീയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അവർക്ക് എവിടെയും സ്വതന്ത്രമായി യാത്ര ചെയ്യുവാൻ കഴിയത്തക്ക നിലകളിൽ റോമിലെ പ്രധാന നഗരങ്ങൾ, ലോകത്തിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ എഞ്ചിനീയേഴ്സ് നടത്തിയ ഒരു വലിയ വിപ്ലവമായിരുന്നു റോമിലെ ഗതാഗത മേഖല. എല്ലാ റോഡുകളും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സുഗമമായി, സമാധാനപരമായി അവർക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. കടൽ മാർഗങ്ങളിലെ പ്രതിസന്ധികളെയും അവർ പരിഹരിച്ചു. അതും ജനങ്ങൾക്ക് ആ കാലഘട്ടങ്ങളിലെ ദീർഘദൂര യാത്രകൾക്ക് അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കപ്പൽ യാത്രകൾ അവർക്ക് ഭയരഹിതമായി കടലിലൂടെ യാത്ര ചെയ്യുവാൻ അവരെ സഹായിച്ചു. റോമൻ നാണയങ്ങളും റോമൻ നിയമങ്ങളും ജനങ്ങൾ പരക്കെ അത് സ്വീകരിപ്പാനിടയായി. ആ വലിയ സ്വീകാര്യത അവരുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നു. പിൽക്കാലങ്ങളിൽ ഈ രാഷ്ട്രീയപരമാകുന്ന സുഗമമായ പ്രവർത്തനങ്ങൾ, ജനകീയ പ്രവർത്തനങ്ങൾ ഏറെ മെച്ചപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനമായതുപോലെ തന്നെ സുവിശേഷ വേലയിൽ അപ്പോസ്തലന്മാർക്കും പ്രവർത്തകർക്കും പ്രയോജനകരമായി തീർന്നുകൊണ്ട് സുവിശേഷത്തെ ലോകത്തിന്റെ നാനാദിശകളിലേക്ക് എത്തിക്കത്തക്ക നിലകളിൽ ആ കാലഘട്ടം വളരെ പ്രയോജനകരമായി അവർക്ക് അനുകൂലമായി മാറപ്പെടുവാൻ ഇടയായിത്തീർന്നു. അടുത്ത ഹെഡിങ് മതപരമായ ഒരുക്കം. യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ആ കാലങ്ങളിൽ മതത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? മതപരമായ ഒരുക്കം. ആ കാലത്തെ പ്രധാന ജാതികളായിരുന്ന റോമാക്കാരും യവനരും യഹൂദന്മാരും ഒരുപോലെ പുതിയ പ്രകാശത്തിനായി കാത്തിരുന്ന ഒരു ഘട്ടമായിരുന്നു. അക്കാലത്തെ പ്രധാന ജാതികളായിരുന്ന റോമാക്കാരും യവനരും യഹൂദന്മാരും ഒരുപോലെ പുതിയ പ്രകാശത്തിനായി കാത്തിരുന്ന ഒരു ഘട്ടമായിരുന്നു. റോമാക്കാരുടെയും യവനരുടെയും മതം രാഷ്ട്രീയ നിർമ്മിതമായ ചില സാമൂഹിക ആചാരങ്ങളും
ചില സാമൂഹിക ആചാരങ്ങളും പാരമ്പര്യങ്ങളും മാത്രമായിരുന്നു. നീതി, വിശുദ്ധി, സത്യം എന്നിവയ്ക്ക് ഈ മാർഗങ്ങളിൽ യാതൊരു സ്ഥാനവും ലഭിച്ചിരുന്നില്ല. നീതി, വിശുദ്ധി, സത്യം എന്നിവയ്ക്ക് ഈ മാർഗങ്ങളിൽ നിന്ന് യാതൊരു സ്ഥാനവും ലഭിച്ചിരുന്നില്ല. ആയതിനാൽ ഈ ജനങ്ങൾ സാൻമാർഗികമായി ഏറ്റവും അധപ്പതിച്ചു. ജ്ഞാനികളും ചിന്താശീലരുമായ അനേകരും ഇങ്ങനെയുള്ള മതത്തിൽ വിശ്വാസമില്ലാത്തവരായി ഭവിച്ചു. ഈ അധപ്പതനത്തിൽ അനേകരും മനം മടുത്തു. അവിടെ ക്രിസ്തുമാർഗം പുതുവെളിച്ചമായി രംഗപ്രവേശനം ചെയ്തു. ഒരു പുതുവെളിച്ചമായി രംഗപ്രവേശനം ചെയ്തു. അത്രയും ഭാഗങ്ങളാണ് മതപരമായ ഒരുക്കത്തിനടിയിൽ നമ്മൾ എഴുതി ചേർക്കേണ്ടത്. റോമരും യവനരും യഹൂദന്മാരും എല്ലാം ഒരു വലിയ വെളിച്ചത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ ആ ദൈവിക വെളിച്ചത്തെക്കുറിച്ച്, സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു, ഇരുൾ അതിനെ മൂടിക്കളഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ കാത്തിരുന്നതാകുന്ന ഒരു വെളിച്ചം ആ കാലഘട്ടത്തിൽ ഇരുൾ മൂടിയ അനുഭവത്തിൽ ചിന്തകന്മാരുടെ ചിന്തകൾ അധപ്പതിച്ചു. ജ്ഞാനികളുടേതാകുന്ന ജ്ഞാനം പ്രയോജനരഹിതമായി. ഇങ്ങനെ മതപരമായി മനുഷ്യരൊക്കെയും ഒരു വെളിച്ചത്തിന് വേണ്ടി, ഒരു പ്രകാശത്തിന് വേണ്ടി എവിടെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തയോടുകൂടി അവർ ജീവിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി തീർന്നത്. അവന്റെ അരികിലേക്ക് ജനങ്ങൾ ഒഴുകിത്തുടങ്ങി. ഒരു പ്രകാശത്തിന് വേണ്ടി, ഒരു വെളിച്ചത്തിന് വേണ്ടി എല്ലാം ജനം ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ആ വെളിച്ചം എവിടെ ലഭിക്കപ്പെടും? അതുകൊണ്ട് യോഹന്നാന്റെ എഴുത്തുകളിലൊക്കെ നമ്മൾ ആ ഭാഗങ്ങൾ, അല്ലെങ്കിൽ യേശുവിനെ യോഹന്നാൻ ഒരു നിത്യ വെളിച്ചമായി അവതരിപ്പിക്കുന്നു. ഫിലിപ്പോസ് നഥനയേലിനോട് ചെന്ന് സംസാരിക്കുമ്പോൾ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് നമ്മൾ ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ ഈ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലായിടങ്ങളിലും യഹൂദന്മാരും ജ്ഞാനികളായ യവനന്മാരും ചിന്തകളിൽ ഒഴുകിയിരിക്കുന്ന റോമൻ ചിന്താഗതിക്കാരും എല്ലാവരും, എല്ലാ മനുഷ്യരും യേശുവിന്റെ ജനന സമയത്തോടുള്ള ബന്ധത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു നല്ല വെളിച്ചത്തിന് വേണ്ടി അവർ കാത്തിരുന്നു.
നിത്യപ്രകാശത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ആ മതപരമാകുന്ന ആ ക്രമീകരണം സുവിശേഷവൽക്കരണത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ ക്രിസ്തുമാർഗത്തെ ലോകത്തിന്റെ മുൻപിൽ വ്യാപ്തിയോടെ നൽകുവാൻ തക്കവണ്ണം വളരെ പ്രയോജനകരമായി തീർന്നു. അതുകൊണ്ടാണ് സുവിശേഷം ഇരുകരങ്ങളും നീട്ടി വിവിധ ജാതികൾ സ്വീകരിപ്പാൻ ഇടയായി. പൗലോസിന്റെ യാത്രകളിലൊക്കെ ജാതികളുടെ ഇടയിൽ ഏറെ സമയങ്ങൾ അദ്ദേഹം ചിലവഴിച്ചു. അവിടെയെല്ലാം യഹൂദന്മാർ ഒഴികെയുള്ളവർ, ജാതികളെന്ന് അവർ വിളിക്കപ്പെട്ടിരുന്നവർ, അവരുടെ വചനങ്ങൾ കേട്ട് യേശു മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിലേക്ക് ആകർഷിക്കപ്പെടുവാനുണ്ടായിരുന്ന പ്രധാന കാരണം മതപരമായി ആ കാലഘട്ടം സമ്പൂർണ്ണ പരാജയത്തിലായി. അതുകൊണ്ട് യേശുവിന്റെ വരവ് മതപരമായുള്ള വിഷയങ്ങൾ നാം വീക്ഷിക്കുമ്പോൾ കാലം യേശുവിന്റെ വരവിന് വേണ്ടി വളരെ നന്നായി കാത്തിരുന്നു മതപരമായ വിഷയം. അടുത്ത ഹെഡിങ് നമുക്ക് എഴുതാം, സാംസ്കാരികമായ ഒരുക്കം. മൂന്നാമത്തെ പോയിന്റായി കാലസമ്പൂർണതയിൽ സാംസ്കാരികമായ ഒരുക്കം. ആശയവിനിമയത്തിന് ഭാഷ ഏറ്റവും പ്രാധാന്യമായ ഒന്നാണ്. ആശയവിനിമയത്തിന് ഭാഷ ഏറ്റവും പ്രാധാന്യമായ ഒന്നാണ്. റോമൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഭാഷ ലത്തീൻ ആണെങ്കിലും വ്യാപകമായി യവന ഭാഷയായ ഗ്രീക്ക് അധികം ആളുകളും ഉപയോഗിച്ചു പോകുന്നു. ഗ്രീക്ക് ഭാഷ അധിക ആളുകളും ഉപയോഗിച്ചു പോകുന്നു. രാഷ്ട്രീയവും വാണിജ്യപരവുമായ ആവശ്യങ്ങൾക്ക് സാധാരണക്കാർ പോലും ഈ ഭാഷ ഉപയോഗിച്ചു. ആയതിനാൽ സുവിശേഷ പ്രചാരണത്തിന് ഭാഷ ഒരു തടസ്സമായി തീരാതെ സാധാരണക്കാർക്കും ജ്ഞാനികൾക്കും അതിവേഗം ഈ മാർഗം സ്വീകരിക്കാൻ സാധിച്ചു. സാധാരണക്കാർക്കും ജ്ഞാനികൾക്കും അതിവേഗം ഈ മാർഗം സ്വീകരിക്കാൻ സാധിച്ചു. അത്രയും ഭാഗങ്ങളാണ് സാംസ്കാരികപരമായ ഒരുക്കത്തിനകത്ത് നമ്മൾ ചിന്തിച്ചത്. സമർപ്പിച്ചതുപോലെ ഭാഷ അതിപ്രധാനമായതൊന്നാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും കടന്നുപോയി നമുക്ക് ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ
ഭാഷ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നത് പോലെ കോമണായി നമുക്ക് എവിടെ പോകണമെങ്കിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആശയവിനിമയങ്ങൾ നടത്തുവാൻ സാധിക്കും. നമുക്കറിയാം, കാരണം ബ്രിട്ടന്റെ താന്ന സ്വാധീനം ലോകരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നതുപോലെ ബ്രിട്ടന്റെ വലിയ സ്വാധീനം കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അതിന്റെ ശക്തി തെളിയിച്ചതാണ്. അവിടെയും അവരുടെ ഭാഷയായ ഇംഗ്ലീഷ് എങ്ങനെയാണോ അവർ ഉപയോഗിച്ചിരുന്നത്, പിൽക്കാലത്ത് നമുക്ക് ഇന്നത് പ്രയോജനമായി തീർന്നതുപോലെ ഒന്നാം നൂറ്റാണ്ടിന്റെ കാലഘട്ടങ്ങളിൽ റോമൻ ശക്തി കടന്നു വരുന്നതിന് തൊട്ട് മുൻപുള്ള കാലഘട്ടങ്ങളിൽ അലക്സാണ്ടർ ഗ്രേറ്റിന്റെ ദിഗ്വിജയങ്ങൾ, 2 മഹാവിജയങ്ങളിലൂടെ ഗ്രീക്ക് ഭാഷയ്ക്ക് വലിയ സ്വാധീനമുണ്ടായി. അവർ പിടിച്ചടക്കിയ മേഖലകളിലൊക്കെ ഗ്രീക്ക് ഭാഷ പഠിപ്പിക്കുവാനും അതിലവരെ ആകൃഷ്ടരാക്കുവാനും സാധിച്ചു. ആയതിനാൽ റോം ഉയർന്നു വന്നിട്ടും ഭാഷയുടെ വിഷയത്തിൽ യവനായ ഭാഷ, അതായത് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഭാഷയായ ഗ്രീക്ക് ഭാഷ, യവനായ ഭാഷ ജനം അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. സാധാരണക്കാർക്ക് അത് വളരെ മുതൽക്കൂട്ടായിരുന്നു. രാഷ്ട്രീയപരമായും വാണിജ്യപരമായും മറ്റിടങ്ങളിലേക്ക് അവർക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ആ ഭാഷ വളരെ വേഗം അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞതിൽ വളരെ അവർക്ക് പ്രയോജനപരമായി തീർന്നു. ആയതുപോലെ ആ കാലഘട്ടങ്ങളിലെ ആ ഭാഷയുടെ വ്യാപ്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളായപ്പോഴും അത് ദൃഢമായും ശക്തമായി നിൽക്കുകയും ആ ഭാഷകൾ ജനം വ്യാപകമായി ഉപയോഗിച്ചതിനാൽ അപ്പോസ്തലന്മാർക്കും മറ്റു ശിഷ്യന്മാർക്കും യേശു ക്രിസ്തുവിന്റെ ഈ സത്യസുവിശേഷം വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കുവാൻ, മറ്റുള്ളവർക്ക് സ്വീകരിക്കുവാൻ അവർക്ക് ഒരു ട്രാൻസ്ലേറ്റർ വെക്കാതെ വണ്ണം സുഗമമായി വലിയവരുടെയും ചെറിയവരുടെ ഇടയിലെല്ലാം ഈ വചനം ശുശ്രൂഷിക്കുവാൻ, യേശുവിൻ്റെതാകുന്ന ആശയങ്ങളെ കൈമാറ്റം ചെയ്യുവാൻ അവർക്ക് സാധിച്ചു. അപ്പോ വലിയവരും ചെറിയവരുമെന്നുമില്ലാതെ എല്ലാവരുടേക്കും സുവിശേഷം എത്തുവാൻ തക്കവണ്ണം ആ കാലഘട്ടങ്ങളിൽ യവനായ ഭാഷയെ ദൈവം ഉപയോഗിച്ചു. കാരണം നാം പഠിച്ചു വരുന്നത് കാലസമ്പൂർണതയാണ്. യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ സാംസ്കാരികമായുള്ള ഉയർച്ചയിൽ ഭാഷയുടേതാകുന്ന ഏകീകരണത്തിൽ ആ കാലഘട്ടങ്ങളിൽ യവനായ ഭാഷ ഉയർന്നുന്നത് വളരെ വേഗം നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് ലോകത്തിന് നൽകുവാൻ സാധിച്ചു. അടുത്ത ഭാഗം നാം ചിന്തിക്കുന്നത് യഹൂദന്മാരാലുള്ള ധാർമ്മിക ഒരുക്കമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർക്ക് യേശു വരുന്ന സമയത്ത് സ്വന്തമായി രാഷ്ട്രമില്ല. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്നത് തലമുറകളിലൂടെ ആ വാഗ്ദത്തം നീണ്ടുവന്നു. നാം അറിയുന്നത് പോലെ 400 സംവത്സരത്തെ പ്രവാസശേഷം മിസ്രയീം വിട്ട് അവരെ വാഗ്ദത്ത കനാനിലേക്ക് കടന്നു വരുന്നു. യോശുവയുടെ കീഴിൽ യുദ്ധങ്ങൾ ആരംഭിക്കുന്നു. ശക്തരായ 7 കനാന്യ രാജാക്കന്മാരെ പരാജയപ്പെടുത്തുന്നു. അവിടെ അവരുടെ രാജ്യം, അവരോട് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവർ വാസം ആരംഭിക്കുന്നു. കാലങ്ങൾ കഴിയുന്നു. അവരുടെ സ്വഭാവത്തിലും രീതികളിലും യഹൂദന് വ്യത്യാസമുണ്ടാകുന്നു. തിയോക്രസി അഥവാ ദൈവഭരണത്തിൽ നിന്ന്
അവർ കിങ്ഷിപ്പിലേക്ക് അല്ലെങ്കിൽ രാജകീയ ഭരണത്തിലേക്ക് അവരുടെ ആഗ്രഹം ഉളവാകുന്നു. മറ്റു രാജാക്കന്മാരെ പോലെ രാജാവിനെ വാഴിക്കണമെന്ന് ശമൂവേലിനോട് പറയുന്നു. അവിടെ നിന്ന് അവർക്ക് ഒരു രാജാവിനെ, ശൗലിനെ എഴുന്നേൽപ്പിച്ചു കൊടുക്കുന്നു. അതൊരനുസരണക്കേറിന്റെ പരാജയമായി. വീണ്ടും ദാവീദിനെ എഴുന്നേൽപ്പിക്കുന്നു. പിൽക്കാലങ്ങളിൽ സംയുക്ത ഭരണ സംവിധാനം നിലനിന്നെടുത്തു നിന്ന് ശലോമോന്റെ കാലശേഷം വടക്കേ ദേശവും തെക്കേ ദേശവുമായി 12 ഗോത്രങ്ങൾ അവ വിഭാഗിക്കപ്പെട്ടു. 2 ഗോത്രങ്ങൾ തെക്കും ബാക്കിയുള്ള വടക്കുമായി മാറപ്പെട്ടു. 19ഉം 20ഉം രാജാക്കന്മാർ മുകളിലും താഴെയുമായി ഭരിച്ചു. പക്ഷേ ജാതികളുടെ മര്യാദകൾ അവർ സ്വീകരിച്ചു. ജാതികളെ പോലെ അവർ നടന്നു. പ്രമാണങ്ങളെ അവർ തെറ്റിച്ചു. ദൈവ വഴികളെ വിട്ടവർ പോയി. ബാലിനെ സേവിച്ചു. അശേരയുടെ പുറകെ പോയി. മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. അങ്ങനെ വലിയ ആത്മീക പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ, ധാർമ്മികമായൊക്കെ പരാജയങ്ങൾ സംഭവിക്കപ്പെട്ടു. ദൈവം കാലങ്ങൾക്കപ്പുറം സിദെക്കീയാവിന്റെ കാലഘട്ടം വന്നപ്പോൾ, യിരെമ്യാവിന്റെ കാലഘട്ടങ്ങളുടെ അവസാനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസറിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ബാബിലോണിയ പ്രവാസത്തിലേക്ക് യഹൂദ പ്രാരംഭത്തിൽ പോയി. പിന്നീട് അശൂരിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. വടക്കേ ദേശവും പ്രവാസത്തിലേക്ക് കടന്നുപോയി. ഇങ്ങനെ കാലങ്ങൾക്കപ്പുറം വീണ്ടും അവർ മടങ്ങി വന്നു. എങ്കിലും കോരേശിനാൽ തിരികെ അവരുടെ വാക്തത്വ മണ്ണിലേക്ക് പറഞ്ഞയച്ചു. എങ്കിൽ തന്നെയും സെരുബ്ബാബേലും യോശുവയും നെഹമ്യാവും ഒക്കെ വന്ന് ഇസ്രായേലിന്റെ കീഴിലും ഒക്കെ ജനം മടങ്ങി വന്ന് ആലയവും മതിലും യാഗപീഠവും ക്രമീകരണങ്ങളൊക്കെ പണിതെന്ന് പറഞ്ഞാലും സ്വന്തം ഭൂമിയില്ലാതെ അവരുടെ സ്വന്തമാണെങ്കിൽ തന്നെയും മറ്റൊരു അധികാരത്തിന് കീഴിലായിരുന്നു. അങ്ങനെ മാറി മാറി വന്ന ഭരണങ്ങൾ അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അവരെപ്പോഴും ആഗ്രഹിച്ചു, കാംക്ഷിച്ചു അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്, അവരോട് പറഞ്ഞതാകുന്ന വാക്തത്വം അവർ പ്രാപിക്കണമെന്ന്. എന്നാൽ പരാജയമെന്ന് പറയട്ടെ, ചിന്തകൾക്കപ്പുറമായി യഹൂദന്മാർ പല മേഖലകളിലേക്ക് ചിതറിപ്പോകേണ്ടുന്ന സാഹചര്യമുണ്ടായി. സ്വന്തം ദേശത്ത് തന്നെ നിലയുറപ്പിക്കാൻ കഴിയാതെ യഹൂദന്മാർ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. ഇങ്ങനെ ചിതറിപ്പോയ യഹൂദന്മാർ അവരുടെ സ്വന്തം ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില ആശയങ്ങളിലേക്ക് അവർ കടന്നുപോയി. മറ്റ് ജാതികളുമായി അവർ വീണ്ടും മിങ്കിളാകുവാൻ തുടങ്ങി, ഇടകലരുവാൻ തുടങ്ങി, അവരെ അടുത്തറിയുവാൻ തുടങ്ങി, ആശയവിനിമയങ്ങൾ നടത്തി. മറ്റു വർഗക്കാരെ അവർ ബഹുമാനിക്കാൻ തുടങ്ങി. പിൽക്കാലത്ത് ഇവയൊക്കെ സംഭവിക്കുമ്പോഴും ജാതികളുടെ മധ്യത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചതൊന്നുണ്ട്. ധാർമ്മികപരമായി ഏകസത്യ ദൈവത്തിലുള്ളവരുടെ വിശ്വാസം. ചിതറിപ്പോയ യഹൂദന്മാർ, അതുകൊണ്ടാണ് ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്ന ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതുന്നത്. യഹൂദന്മാർ ഐക്യമായിട്ടല്ല അവിടെ നിന്നത്, അവർ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് അവർക്ക് കമ്മീഷൻ കൊടുക്കുമ്പോൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളുടെ സാക്ഷികളാകും. യഹൂദൻ ഒരിടത്ത് മാത്രമല്ല, വിവിധയിടങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്, യഹൂദനും ജാതികളുമൊക്കെയായി. എന്നാൽ ഈ ചിതറിക്കിടക്കുന്ന യഹൂദന്മാരുടെ മധ്യേ അവർക്ക് ഉയർത്തിപ്പിടിച്ച ഒന്നുണ്ട്, ഏകസത്യ ദൈവ വിശ്വാസം, യാഹാം ദൈവത്തിലുള്ളവരുടെ വിശ്വാസം. അവർ കടന്നുപോയെടുത്ത് ബഹുദൈവങ്ങളുണ്ട്, വിശ്വാസമുണ്ടായിരുന്നു, വിഗ്രഹാരാധന ഉണ്ടായിരുന്നു, മറ്റ് മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ജാതികൾ ഈ ചിതറിപ്പാർത്ത യഹൂദന്മാരുടെ അനുഭവങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവരിലെ ചില വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ, അവരുടെ വിശ്വാസത്തിൽ ചിന്തകളിൽ അവർ ആകൃഷ്ടരാകുവാനിടയായി. യഹൂദന്മാർ കടന്നു ചെന്നിടത്തൊക്കെയും
അവർ സിനഗോഗുകൾ സ്ഥാപിച്ചു. യെരൂശലേമിൽ അവർ വളരെ ദൂരങ്ങളിൽ പാർത്തു വരുമ്പോൾ അവര് സിനഗോഗുകൾ സ്ഥാപിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും യഹോവയായ ദൈവത്തിന് പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ അവർ സമയങ്ങൾ വേർതിരിച്ചു. അതുപോലെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ യവനായ ഭാഷയിലേക്ക് അഥവാ ഗ്രീക്ക് ഭാഷയിലേക്ക് പഴയ നിയമത്തിന്റെ ഭാഗങ്ങൾ തർജ്ജിമ ചെയ്തതും യഹൂദരോടുള്ള വിശ്വാസത്തിനും അല്ലെങ്കിൽ അവരോടുള്ള ആകർഷണത്തിനും അടുപ്പത്തിനും ജാതികൾക്ക് ഇട നൽകുകയും അതിലൂടെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തത്തക്ക നിലകളിൽ വളരെ എളുപ്പമായി അടുത്തറിയത്തക്ക നിലകളിൽ കൈമാറ്റം ചെയ്യുവാൻ ആ കാലഘട്ടത്തിന്റെ സ്വഭാവത്തെ ശിഷ്യന്മാരിലൂടെ ദൈവം ഉപയോഗിക്കുവാനിടയായി. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം പെട്ടെന്നോ അപ്രതീക്ഷിതമായൊന്നും ഉളവായതല്ല. ലോകത്തെ ദൈവം നന്നായി ക്രമീകരിച്ച്, ലോക സംവിധാനങ്ങളെ ദൈവം നന്നായി ക്രമീകരിച്ച് പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവനിൽ വിശ്വസിക്കേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ആ പുത്രനെ കുറിച്ചുള്ള അറിവ് ലോകത്തിലെ ജാതികളിൽ എത്തേണ്ടതിന്, അത് സുഗമമായി എത്തേണ്ടതിന്, വേഗത്തിൽ എത്തേണ്ടതിന്, യാത്രകൾക്ക് തടസ്സം വരാതിരിക്കേണ്ടതിന്, ഭാഷകൾക്ക് അതിരുകൾ വരാതിരിക്കേണ്ടതിന്, മതങ്ങൾ അവയുടെ ബലത്താൽ ഈ മാർഗത്തെ ബ്ലോക്ക് ചെയ്യാതിരിക്കേണ്ടതിന്, എല്ലാ നിലകളിലും തന്റെ പുത്രനെ പിതാവി ലോകത്തിലേക്ക് അയക്കുമ്പോൾ അടിസ്ഥാനപരമായി ഒരു സമൂഹത്തിന്, ജനത്തിനുണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 4 മേഖലകൾ, അവയിലെ പരാജയങ്ങൾ യേശുവിനെ അറിയുന്നതിന്, യേശുവിനെ അടുത്തറിയുന്നതിന് ലോകത്തിന് എളുപ്പം കഴിഞ്ഞു എന്നത് കാലസമ്പൂർണതയുടെ ഒരു പ്രത്യേകതയാണ്. 4ാമത്തെ പോയിന്റ് നമുക്ക് എഴുതാം. യഹൂദന്മാരാലുള്ള ധാർമ്മിക ഒരുക്കം. യഹൂദന്മാരാലുള്ള ധാർമ്മിക ഒരുക്കം. യഹൂദന്മാരുടെ പ്രവാസവും അവരുടെ ചിതറിപ്പാർക്കലും മറ്റുള്ള ജാതികളുമായി ആശയവിനിമയത്തിനും അടുത്തറിയലിനും, മറ്റുള്ള ജാതികളുമായി ആശയവിനിമയത്തിനും അടുത്തറിയലിനും ബഹുമാനിക്കുവാനും ഇട നൽകി. ഏക സത്യദൈവ വിശ്വാസികളായ യഹൂദ മതരീതികൾ ബഹുദൈവ വിശ്വാസം, വിഗ്രഹാരാധന മതാചാരങ്ങൾ തുടങ്ങിയവ അനുഷ്ഠിച്ച് അധപ്പതിച്ച ജാതികളെ
ഏകസത്യ ദൈവ വിശ്വാസികളായ യഹൂദ മതരീതികൾ ബഹുദൈവ വിശ്വാസം, വിഗ്രഹാരാധന, മതാചാരങ്ങൾ തുടങ്ങിയവ അനുഷ്ഠിച്ച് അധപ്പതിച്ച ജാതികളെ വളരെയധികം ആകർഷിച്ചു. വളരെയധികം ആകർഷിച്ചു. ചിതറിപ്പോയ യഹൂദന്മാർ എല്ലാ സ്ഥലങ്ങളിലും സിനഗോഗുകൾ സ്ഥാപിച്ചു. ക്രിസ്തുവിന് 200 വർഷം മുൻപ് എല്ലാ സ്ഥലങ്ങളിലും വരെ കേട്ടുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും സിനഗോഗുകൾ സ്ഥാപിച്ചു. സിനഗോഗുകൾ, പ്രാർത്ഥനാ സ്ഥലങ്ങൾ. യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് യഹൂദ സിനഗോഗുകൾ. നമ്മുടെ മട്ടാഞ്ചേരിയിൽ ഒന്നുണ്ട്. സിനഗോഗുകൾ സ്ഥാപിച്ചു. ക്രിസ്തുവിന് 200 വർഷം മുൻപ് പഴയ നിയമം യവനായ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടതും സത്യദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം അന്യജാതികൾക്ക് ലഭിപ്പാൻ ഇടവന്നു. അവയിലൂടെ പിൽക്കാലത്ത് സുവിശേഷം സ്വീകരിപ്പാൻ ജാതികൾക്ക് എളുപ്പമായി. എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അത്രയും ഭാഗമാണ് യഹൂദന്മാരാലുള്ള ധാർമ്മിക ഒരുക്കം എന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത്. കാലസമ്പൂർണത എന്നുള്ള നോട്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കാലസമ്പൂർണത എന്താണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജഡാവതാരം, ലോകത്തിലേക്ക് വന്നത് ഒരു പെട്ടെന്നുണ്ടായിരുന്ന ഒരു സംഗതിയല്ല. മനുഷ്യന്റെ പാപസംബന്ധമായി പിശാചിനാൽ മനുഷ്യൻ വഞ്ചിക്കപ്പെട്ട സമയത്ത് തന്നെ, ഏതേനിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ പദ്ധതിയായിരുന്നു മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത്. ആ മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നതിന് വേണ്ടി ദൈവം വിവിധ മുഖാന്തരങ്ങളിലൂടെ മനുഷ്യനോട് ഇടപെട്ടു എങ്കിൽ തന്നെയും പൗലോസിന്റെ വാക്കുകളെ കടമെടുക്കുമ്പോൾ നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ സാഹചര്യം. അവിടെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ പിതാവിന് മനസ്സുണ്ടാകുകയും പുത്രൻ അതിനുവേണ്ടി വിധേയപ്പെടുകയും അങ്ങനെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ
ഒരു സുപ്രഭാതത്തിൽ വെറുതെ അല്ല പുത്രനെ അയച്ചതെന്നും കാലം അതിന്റെ സ്വഭാവം പുത്രനെ ഈ ലോകത്തിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടി എല്ലാ നിലകളിലും വളരെയധികം ഒരുക്കമായിരുന്നു എന്നും നാം ചിന്തിച്ചതുപോലെ സ്വർഗീയമാകുന്ന താല്പര്യങ്ങൾക്ക് അനുസൃതമെന്നതുപോലെ ഭൂമിയിലെ ആ കാലഘട്ടത്തിന്റെ സ്വഭാവം സ്വർഗത്തിലെ പിതാവിന്റെ തിരുഹൃദയത്തിന്റെ ഇഷ്ടങ്ങൾ പോലെ ക്രമീകൃതമായിരുന്നു എന്നും അങ്ങനെ യേശുവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ച് ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിപ്പാൻ കൃത്യസമയത്ത് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നതിന്റെ തെളിവാണ് കാലസമ്പൂർണതയുടെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനമായ 4 ഭാഗങ്ങൾ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. കാലസമ്പൂർണതയിൽ ഒന്ന്, യേശുവിന്റെ വരവിലെ രാഷ്ട്രീയപരമായ അന്നത്തെ ഒരുക്കം. റോമൻ ഭരണവും അവർ കൊണ്ടുവന്ന ജനകീയമാകുന്ന സ്വഭാവങ്ങളും ജനകീയ പ്രവർത്തനങ്ങളും വളരെ മേന്മയായി ജനത്തിന് സ്വീകാര്യമാകുന്ന പ്രധാനപ്പെട്ട ചില ക്രമീകരണങ്ങൾ അവർ ചെയ്തു. ഇത് രാഷ്ട്രീയപരമായ ഒരു നല്ല ഒരുക്കമായി. മതപരമായി യഹൂദനും യവനനും മറ്റ് ജാതികളും ഒക്കെ മതപരമായുള്ള വിഷയങ്ങളിൽ ഒരു നല്ല വെളിച്ചം കാണുവാൻ കഴിയാതെ പരാജയപ്പെട്ടു നിൽക്കുമ്പോഴാണ്, ഒരു വെളിച്ചത്തിന് വേണ്ടി എല്ലാ ഹൃദയങ്ങളും കാത്തിരുന്ന സമയത്താണ് യേശു ക്രിസ്തുവിന്റെ ആഗമനം സംഭവിക്കുന്നത്. 3, സാംസ്കാരികപരമായ വിഷയത്തിലെ നമ്മൾ നോക്കുവാനിടയായി. ഏകീകൃതമാകുന്ന ഒരു ഭാഷാ സംവിധാനം ആ കാലഘട്ടങ്ങൾ കടന്നു വരികയും യവനായ ഭാഷ സാധാരണക്കാർ ഉപയോഗിക്കത്തക്ക നിലകളിലേക്ക് കടന്നു വന്ന് ആ ഭാഷയുടെ വ്യാപ്തി യേശുവിനെ വേഗത്തിൽ ശിഷ്യന്മാർക്ക് തടസ്സം കൂടാതെ വണ്ണം സാധാരണക്കാരനും ചെറിയവനും വലിയവനുമൊക്കെ ഒരുപോലെ യേശുവിനെ കുറിച്ച് ലോകത്തിനോട് വിളിച്ചു പറയുവാൻ കഴിയുന്ന ഒരു നിലകളിലേക്ക് ആ ഭാഷയുടെ സ്വഭാവം വളരെ പ്രയോജനകരമായി മാറി. 4, യഹൂദന്റെ ധാർമ്മികമാകുന്ന ഒരുക്കം. എവിടെ ചിതറിപ്പാർത്താലും ലോകത്തിന്റെ എവിടെ പോയാലും അവരുടെ മുൻപിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഏകസത്യ ദൈവ വിശ്വാസം അഥവാ യാഹാം ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കത്തില്ല എന്നവരുടെ വിശ്വാസം. ആരാധനകളോ കർമാനുഷ്ഠാനങ്ങളോ യാഗങ്ങളോ ഇവയൊന്നും ഇല്ലാതിരിക്കുമ്പോഴും അവർ പാർക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ പിതാക്കന്മാരിലൂടെ ലഭിക്കപ്പെട്ട, അവർക്ക് വരമൊഴിയായും വായ്മൊഴിയായും ഒക്കെ ലഭിക്കപ്പെട്ട മോശയിക കൽപ്പനകളും നിയമങ്ങളും അവരനുഷ്ഠിച്ചുകൊണ്ട് സിനഗോഗുകൾ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ ജാതികൾ കാണുകയും ബഹുദൈവ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും ചക്രവർത്തി ആരാധനയൊക്കെ നിലനിന്നൊരു കാലഘട്ടം. അവിടെ വ്യത്യസ്തമാകുന്ന ഒരാരാധനാ രീതി മനുഷ്യർ കാണുകയും അതിലേക്ക് അവർ ആകൃഷ്ടരാകുകയും ചെയ്തു. എന്താണ് അതിന്റെ കാരണം? യഹൂദൻ എവിടെ പോയാലും അവന്റെ ദൈവത്തെ വിട്ട് ഒരു രീതിയിലും മാറാതെ വണ്ണം ആ വിശ്വാസത്തിൽ അവൻ ദൃഢമായി നിന്നു, അവൻ ഉറപ്പോടെ നിന്നു, അവനതിന് സാക്ഷിയായി തീർന്നു. ഉത്തമമായ ഉദാഹരണമാണ് നെബൂഖദ്നേസറിന്റെ കാലഘട്ടങ്ങളിലെ യഹൂദ ബാലന്മാരെ തീച്ചൂളയിലേക്ക് ഇടുന്നത്. അവിടെയും അവരെ ഉയർത്തി കാണിച്ചു. ജാതികളുടെ മുൻപിൽ, ആ വലിയ സാമ്രാജ്യത്തിന്റെ മുൻപിൽ അവർ ഉയർത്തി കാണിച്ചു. അവരെ വിടുവിച്ചാലും ഇല്ലെങ്കിലും അവരറിയുന്ന, അവർ സേവിച്ചു വരുന്ന സ്വർഗീയ ദൈവത്തെ അല്ലാതെ, യാഹാം ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ നമസ്കരിക്കത്തില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിക്കുമ്പോഴും അവയിലൊട്ടും അവർ പുറകോട്ട് പോയില്ല. തന്നിമിത്തം സംഭവിക്കപ്പെട്ടതോ ഒരു വലിയ രാഷ്ട്രത്തിന്റെ മുൻപിൽ, ഒരു വലിയ ജനതയുടെ മുൻപിൽ, വലിയ സാമ്രാജ്യത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ നാമം ഉയരുവാൻ
ആ നാമത്തിലേക്ക് ജനം ആകർഷിക്കപ്പെടുവാൻ, ഇതുപോലെ ഒരു ദൈവമില്ല എന്ന് പ്രസ്താവിക്കപ്പെടുവാൻ തക്കവണ്ണം മഹാചക്രവർത്തിയുടെ അധരങ്ങളെ ഉപയോഗിച്ചെങ്കിൽ, നാമും ഈ കാലഘട്ടങ്ങളിൽ ഈ കാലത്തിന്റെ സ്വഭാവവും വൈകൃതമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അറിയുന്ന നമ്മുടെ കർത്താവിനെ, നാം ആരാധിക്കുന്ന നമ്മുടെ യേശുവിനെ നാം ഉയർത്തി കാണിച്ചാൽ, നിശ്ചയമെന്ന് പറയട്ടെ, നമ്മളിലെ വ്യത്യാസങ്ങൾ മറ്റുള്ളവർ കണ്ടുകൊണ്ട് അതിന്റെ പ്രാധാന്യത എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവത്തിലൂടെയുള്ള മേന്മ, നന്മ എന്തെന്ന് മനസ്സിലാക്കി അതിലേക്ക് നിശ്ചയമായും പലരും ആകർഷിക്കപ്പെടുവാനിട വരും. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ യാഹാം ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവരുടെ ധാർമ്മികപരമാകുന്ന ഒരുക്കം അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളെ ദൈവം ഒരുക്കുവാനിടയായി. അങ്ങനെ കാലസമ്പൂർണതയുടെ 4 അതിപ്രധാനമാകുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ പരിശോധിച്ചത്. നമ്മൾ പഠിച്ചു വരുന്നത് ക്രിസ്റ്റോളജിയാണ്, ക്രിസ്തു ശാസ്ത്രമാണ്. ക്രിസ്തു എന്താണ്, ക്രിസ്തു ആരാണ്, 2 ക്രിസ്തു എന്നിൽ എന്താണ്, ക്രിസ്തു ലോകത്തിലേക്ക് വരുവാൻ ഉണ്ടായ കാര്യങ്ങൾ, 1 യേശു ചരിത്ര പുരുഷനാണോ നാം തിരിച്ചറിയണം. അതിന്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 2 യേശു ചരിത്ര പുരുഷനായി ലോകത്തിലേക്ക് വരുമ്പോൾ ആ വരവിന് വേണ്ടി ലോകം എത്രത്തോളം യേശുവിനെ സ്വീകരിപ്പാൻ സജ്ജമായിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലോകത്തിലേക്ക് വന്ന യേശുവിനെയാണ് അടുത്ത് നമ്മൾ പരിശോധിക്കാൻ അഥവാ നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകും. അടുത്ത ഹെഡിങ് നമുക്ക് എഴുതാം, യേശുവിന്റെ ജഡാവതാരം. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം. 3-ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം. യേശുവിന്റെ ജഡാവതാരം ഒരിക്കലും മാനുഷിക ആഗ്രഹങ്ങൾക്കോ മനുഷ്യന്റെ ഏറെ താല്പര്യങ്ങൾക്കൊന്നും അനുസരിച്ചല്ല. പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ വലിയ പദ്ധതിയായി. നാം നന്നായി തിരുവചനം അറിയുന്നവരാണ്. മനുഷ്യന്റെ വീഴ്ച സംഭവിച്ചപ്പോൾ തന്നെ അവന്റെ പരാജയത്തിന്റെ മുൻപിൽ അവനെ തിരികെ എടുക്കുവാൻ, നഷ്ടമായത് അവന് തിരികെ കൊടുക്കുവാൻ, നഷ്ടപ്പെട്ടതിൽ നിന്ന് അവൻ എന്നേക്ക് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം കാലഘട്ടങ്ങളിൽ, വിവിധ സന്ദർഭങ്ങളിൽ, വിവിധ തലമുറകളിൽ പിതാവ് മനുഷ്യനോട് അടുക്കുവാൻ തുടങ്ങി. ഏതേന്ന് മനുഷ്യൻ പുറത്തായെങ്കിൽ തന്നെയും അവരുടെ അടുത്ത തലമുറകളിലേക്ക് ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെട്ടു. വീണ്ടും വീണ്ടും പാപം ചെയ്ത് മനുഷ്യൻ പരാജയത്തിലേക്ക് പോകാതിരിപ്പാൻ, പരാജയം, പാപം മനുഷ്യനിൽ വീണ്ടും ഉടലെടുക്കാതിരിക്കുവാൻ തക്കവണ്ണം ഏതെന്ന് പുറത്തു പോയെങ്കിലും കായീനോടും ഹാബേലിനോടും അവയുടെ വഴിപാടുകളോടും ദൈവം സ്നേഹം മാത്രമാണ് പ്രകടിപ്പിച്ചത്. മനുഷ്യനോട് അടുക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ വീണ്ടും മനുഷ്യൻ പരാജയപ്പെട്ടു. മാതാപിതാക്കൾക്ക് സംഭവിക്കപ്പെട്ട പരാജയത്തിന്റെ മുൻപിൽ പുറത്താക്കപ്പെട്ടു എങ്കിൽ തന്നെയും പാപത്തിന്റെ വഴിയെ മനസ്സിലാക്കി കൊടുത്ത പിതാവാ ദൈവം വഴിപാടുകൾ അർപ്പിക്കുവാൻ വരുന്നവനോട് പറഞ്ഞു, പാപം നിന്റെ വാതിൽക്കലുണ്ട്, നീ അതിനെ ജയിക്കണം, നീ അതിനെ തോൽപ്പിക്കണം, അത് നിന്നെ കീഴടക്കാൻ നീ സമ്മതിക്കല്ല്. അതാണ് ഇതിനകത്തെ ആശയം. പക്ഷേ കായീനെ കൊണ്ടത് സാധ്യമായില്ല. അവന്റെ മുൻപിൽ കിടക്കുന്ന പാപത്തെ കാണുവാൻ കഴിഞ്ഞില്ല. അവനതിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അതവനെ കീഴ്പ്പെടുത്തി, അതവനെ പരാജയപ്പെടുത്തി. അവനെ പരാജയപ്പെടുത്തുമ്പോഴും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം അവൻ അകലുകയാണ്. അവിടെ പറഞ്ഞ്, ഭൂമിയിൽ ഒരു മനുഷ്യനും എന്നെ കാണാതിരിക്കുവാൻ ഒരു സൈൻ, ഒരു അടയാളം എനിക്ക് തരണം. നോക്കുക, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുകയാണ്. ദൈവം മനുഷ്യനെ അടുപ്പിക്കുവാൻ ആഗ്രഹിക്കും തോറും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുകയാണ്. അവസാനമായി ജലപ്രളയത്തിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും മനുഷ്യൻ നന്നേ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്,
നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോക്കുക, അന്ന് ദൈവത്തിന്റെ കൃപ ലഭിക്കപ്പെടത്തക്ക നിലകളിലേക്ക് സാഹചര്യങ്ങൾ മാറ്റപ്പെട്ടു. ആ മനുഷ്യന് ദൈവത്തിന്റെ കൃപ, നീതിമാനായ മനുഷ്യന് ദൈവത്തിന്റെ കൃപ ലഭിക്കും. 120 വർഷങ്ങൾ നോഹ നീതിപ്രസംഗിയായ നോഹ പ്രസംഗിച്ചു നമ്മൾ വചനത്തിൽ കാണും. ഈ 120 വർഷം പ്രസംഗിച്ചിട്ടും ആരും വചനം കേൾക്കുവാനോ ദൈവശബ്ദം കേൾക്കുവാനോ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനോ താല്പര്യപ്പെട്ടില്ല. 1-2 വ്യക്തികളുടെ ആമിസ്തോത്രം, ധാരാളം ജനങ്ങൾ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും വർഷം പ്രസംഗിച്ചിട്ടും ഒരു മനുഷ്യനും അടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? മനുഷ്യരെല്ലാവരും ദൈവത്തിൽ നകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. പിന്നത്തേതിൽ മനുഷ്യൻ വീണ്ടും അടുക്കുമെന്ന് ദൈവം ചിന്തിച്ചു. പക്ഷെ അവിടെയും സമ്പൂർണ്ണ പരാജയം. രക്ഷപ്പെട്ട ജനം വീണ്ടും പറഞ്ഞു, ഇനി ഭൂമിയിലെങ്ങും ചിതറിപ്പാർക്കാതിരിക്കത്തക്ക നിലകളിൽ, നമുക്ക് ഒരുമിച്ച് താമസിക്കത്തക്ക നിലകളിൽ ഒരു വലിയൊരു ഗോപുരം പണിയുവാൻ അവർ ആഗ്രഹിച്ചു. ഗോപുരപണി കാണുവാൻ ദൈവം ഇറങ്ങി വന്നു. യഹോവയായ ദൈവം മനുഷ്യന്റെ പ്രവർത്തികളെ കണ്ടു. അവൻ അസാധ്യമല്ലാതെ മനസ്സിലാക്കി. അവൻ ദൈവത്തിൽ നകലുകയാണെന്ന് ദൈവത്തിന് മനസ്സിലാക്കി. ദൈവം അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നതോറും മനുഷ്യൻ ദൈവത്തിൽ നകലുമ്പോൾ ദൈവം അവന്റെ ഭാഷ കലക്കിക്കളഞ്ഞു. നാം ദൈവത്തോട് അടുക്കുവാനാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നകന്നകന്നു പോകുക. കാലക്രമേണ അത് പൂർണ്ണമാകുന്ന ഒരു പരാജയത്തിലേക്ക് നീങ്ങി. പിന്നെ ദൈവം അബ്രാമിനെ തിരഞ്ഞെടുക്കുന്നതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. മെസോപ്പൊട്ടേമിയയിൽ തേജോമനായ ദൈവത്തിൻ്റെതാകുന്ന ഇടപെടലുകൾ അബ്രഹാമിനുണ്ടാകും. അബ്രഹാമിനെ ദൈവം വിളിച്ച് വാഗ്ദത്തങ്ങളെ നൽകിയ മനുഷ്യന് മുൻപോട്ട്, ഭക്തനായ മനുഷ്യന് മുൻപോട്ട് നയിച്ചു. കാലക്രമേണ ദൈവത്തിന്റെ ഇടപെടലുകൾ, യാഹാം ദൈവത്തിന്റെ ബന്ധം അബ്രഹാം കാത്തു സൂക്ഷിച്ചു. ഒറ്റപ്പെടലുകളെയും പരാജയങ്ങളുടെയും നഷ്ടങ്ങളുടെയൊക്കെ മധ്യത്തിലും അനുനിമിഷവും ദൈവത്തോടുകൂടെ നടക്കുവാൻ, ദൈവത്തിന്റെ വിഷയങ്ങളിൽ ആകൃഷ്ടനാകുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ അബ്രഹാം താല്പര്യപ്പെട്ടു. ആ താല്പര്യം മുൻപോട്ട് കടന്നുപോയി. തന്റെ അടുത്ത തലമുറകളിൽ നിന്ന് അത് മുൻപോട്ട് കടന്നുപോയി. മിസ്രയീമിലെത്തിയപ്പോഴും ദൈവം ഒരു ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അബ്രഹാമിനോട് മുന്നമേ കൊടുത്തൊരു വാഗ്ദത്തമായി 400 സംവത്സരങ്ങൾക്കപ്പുറം ദൈവം വരെ സന്ദർശിക്കുമ്പോൾ, മോശയോട് ദൈവം സംഭാഷിക്കുമ്പോൾ ദൈവം പറയുന്ന ഭാഗം, മോശയെ ദൈവം മിസ്രയീമിലേക്ക് വിടുമ്പോഴും എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ, ദൈവത്തിലേക്ക് വരുവാൻ, ദൈവ പദ്ധതിയിലേക്ക് വരുവാൻ, മനുഷ്യൻ അടുത്തു വരുവാനാണ് ആ ഒരു ഔട്ടർ കോൾ, അല്ലെങ്കിൽ ദൈവം ഒരു ആഹ്വാനം നൽകിവിടും. അവിടെ മനുഷ്യനെ ദൈവം മിസ്രയീമിന്റെ മേൽ ബാധകളെ അയച്ച് ദൈവം മനുഷ്യനെ ഇസ്രായേലിനെ പുറപ്പെടുവിച്ചു. ചോരത്തുള്ളി ആചരിച്ച് ഇസ്രായേൽ പുറപ്പെട്ടു സീനായി പർവ്വതത്തിന്റെ താഴ്വാരത്തിലൊക്കെ എത്തി. ദീർഘവർഷങ്ങളുടെ അവിടെ യാത്രകൾ നമുക്കറിയാം. ദൈവം ഓരോ പദ്ധതികൾ ഒരുക്കുന്നതും മനുഷ്യൻ ദൈവത്തിൽ നകന്നു പോകാനല്ല, മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടി. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ആഴമാകാം മരുഭൂമിയിൽ സമാഗമന കൂടാരം ദൈവം ഉളവാക്കാൻ. ആ സമാഗമന കൂടാരം മനുഷ്യരോടുകൂടെ ദൈവത്തിന് ഇറങ്ങി വസിപ്പാൻ, സമാഗമിക്കുവാൻ, ഒരുമിച്ചാഗമിക്കുവാൻ, ഒരുമിച്ചടുക്കുവാൻ, മനസ്സിലാക്കുവാൻ ഒരു ക്രമീകരണം ഒരുക്കി കൊടുത്തു. എങ്കിലും ദൈവം നൽകിയ ന്യായപ്രമാണങ്ങളും, ദൈവം മോശ മുഖാന്തരം നൽകിയ കൽപ്പനകളും, ന്യായപ്രമാണങ്ങളും, ചട്ടങ്ങളും, യാഗങ്ങളുമൊക്കെ മനുഷ്യന്റെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് മനുഷ്യൻ പാപം വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു. പൗലോസ് അതുകൊണ്ട് പറഞ്ഞു, മനുഷ്യന് ഇവയെല്ലാം, യാഗങ്ങളുമൊക്കെ ജഡശുദ്ധി മാത്രമേ വരുത്തിയുള്ളൂ. അവന്റെ അകത്തെ മനുഷ്യന് ശുദ്ധീകരണം സംഭവിച്ചില്ല. അവൻ വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ മനുഷ്യന്റെ വർദ്ധിച്ചു വന്ന പാപം പെരുകി വരുമ്പോൾ കർത്താവിന് മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള പദ്ധതികൾ
മുന്നമേ ദൈവം ആവിഷ്കരിച്ചു വെച്ചത്, മുന്നമേ ദൈവം ഒരുക്കി വെച്ചത്, നാം നേരത്തെ ചിന്തിച്ചതുപോലെ കാലസമ്പൂർണതയിൽ ദൈവം അത് ചെയ്തു. കാലസമ്പൂർണതയിൽ കർത്താവ് പിതാവായ ദൈവം അത് ചെയ്യുമ്പോൾ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവൻ പിതാവിനോടുകൂടെയും പിതാവിന്റെ എല്ലാ സ്നേഹവും തൃത്വത്തിൽ രണ്ടാമനായിരുന്നു. പിതാവിന്റെ സകല സൃഷ്ടികളെയും സകല പദ്ധതികളെയും നന്നായി അറിയുന്നവനും, തിരുവചനം പറയുന്നു സകലത് അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും ഉന്നതനായ ഒരു ദൈവത്തെയാണ്